പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ പൂവച്ചൽ ഖാദറിൻ്റെ ഓർമ്മദിനമാണ്. മലയാളിക്ക് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച ഗാനരചയിതാവാണ് അദ്ദേഹം. സംഗീത സംവിധായകൻ രവീന്ദ്രൻ ഒരിക്കൽ വളരെ പുതുമയുള്ളതും എന്നാൽ അല്പം പാശ്ചാത്യ ശൈലിയുള്ളതുമായൊരു ഈണം പൂവച്ചൽ ഖാദറിനെ കേൾപ്പിച്ചു കൊടുത്തു. ഈ പാട്ടിന് ആധുനികമായ ഒരുപക്ഷെ കൂടുതൽ പണ്ഡിതോചിതമായ വാക്കുകൾ ഉപയോഗിച്ച് വരികൾ എഴുതണമെന്നായിരുന്നു രവീന്ദ്രൻ്റെ ആവശ്യം. ഖാദർ അവരെ ഒന്നും അങ്ങനെ നിരുത്സാഹപ്പെടുന്ന സ്വഭാവം, അദ്ദേഹം വളരെ ഒരു നൈസ് ജെന്റിൽമാൻ ആയിരുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ ഈണത്തെ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരുന്നു. കാര്യം പണ്ഡിതോചിതമായ ഒരു ഈണമാണല്ലോ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ച് അദ്ദേഹം വരികൾ എഴുതാൻ തുടങ്ങി. എന്നുവെച്ചാൽ വരേണ്യ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ പണ്ഡിതോചിതമായ വാക്കുകൾ കൊണ്ടും ട്യൂണ് കൊണ്ടും സമ്പുഷ്ടമാകുന്ന ഒരു പാട്ടാണ് രവീന്ദ്ര മാഷിൻ്റെ മനസ്സിൽ. എന്നാൽ പാവപ്പെട്ടവന് മനസ്സിലാകുന്ന വാക്കുകളും ഭാഷയും മതി എന്ന് പൂവച്ചൽ ഖാദർ തീരുമാനിക്കുന്നു. ആ വരികളിൽ പ്രകൃതിയുടെ സൗന്ദര്യവും പ്രണയത്തിൻ്റെ നിഷ്കളതയും ഒക്കെ അദ്ദേഹം നിറച്ചു നിർത്തി. ബെൽറ്റുമത്തായിലെ രാജീവം വിടരും നിൻമിഴികൾ എന്ന ആ ഹിറ്റ് ഗാനം പിറന്നത് അങ്ങനെയാണ്. ലളിതമായ കാര്യങ്ങൾക്കാണ് ജനമനസ്സുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുക. നമുക്കൊക്കെ അനുഭവമുണ്ട്. 24 തന്നെ സംപ്രേഷണം ആരംഭിക്കുന്ന സമയത്ത് വളരെ ലളിതമായ പദാവലി കൊണ്ട് നമ്മൾ ജനങ്ങളോട് സംസാരിച്ചു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് സംസാരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ടാണ് 24 ഇത്രയും വാർത്താ ആകാശത്ത് പറക്കാൻ കഴിഞ്ഞത്. അനാവശ്യമായ സങ്കീർണതകൾ ഒഴിവാക്കുക, കാര്യങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കുക, കേട്ടാൽ ഉടൻ തന്നെ മനസ്സിലാക്കുക. ഒരു ഇലക്ട്രോണിക് മീഡിയത്തിൽ കാര്യങ്ങൾ നമുക്ക് പുസ്തകത്തിലെ പോലെ മുൻ പേജ് മറിച്ചു നോക്കാൻ പറ്റില്ല. നേരെ കേട്ടാൽ അതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ട് ലളിതമായ പദാവലികൾ കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ ആളുകളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് ചേക്കേറാൻ കഴിയും. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിലേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ലാളിത്യത്തിലും ആധികാരികതയിലുമാണ് യഥാർത്ഥ സൗന്ദര്യം, അതിൻ്റെ ശക്തി കുടികൊള്ളുന്നത്. അപ്പം നമ്മൾ ഒരുപക്ഷെ ജി ശങ്കരക്കുറുപ്പ് കവിത എഴുതിയ പോലെ ആ കവിത സിനിമാ പാട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് മനസ്സിലാകും, എത്ര ആളുകളുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പൂവച്ചൽ ഖാദർ ലളിത കോമള പദാവലി എന്ന് വരണ്യവർഗ്ഗക്കാർ പറയും. അതല്ലാതെ ലളിതമായ വാക്കുകൾ കൊണ്ട് പാട്ടുകൾ എഴുതി ആ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാളിത്യം ഏറ്റവും വലിയ സൗന്ദര്യമാണ്.